ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പെട്ടെന്ന് വീട്ടിലൊരു അതിഥിക്ക് വരുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ, അതും തീ പോലും കത്തിക്കാണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിഡിലൻ ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ സൈസ് മാംഗോ ഇതേപോലെ നന്നായിട്ട് സ്ലൈസ് ചെയ്ത് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊക്കെ ഒന്ന് ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മാംഗോ ഇതുപോലെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ ഈ ഒരു കൺസിസ്റ്റൻസിക്ക് വേണം നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്നൊരു ബൗളിലേക്കൊന്ന് മാറ്റിയെടുക്കാം. ഒട്ടും തന്നെ വെള്ളമോ പാലോ ഒന്നും ചേർക്കാണ്ട് മാംഗോ മാത്രമായിട്ടാണ് ഞാനിവിടെ അടിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് ഒരു ബൗളിലേക്കൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിതേപോലെ ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടി 3 ബൗൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡ് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഒട്ടും തന്നെ ഷുഗറൊന്നും ചേർത്തിട്ടില്ല മാംഗോ ബ്ലെൻഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇച്ചിരി റോസ് കളറും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ബ്ലെൻഡ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന മാംഗോ ഇതുപോലെ 3 ടീസ്പൂണോളാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന സർവിങ് ബൗൾ ചെറുതായതുകൊണ്ടാണ് ഞാൻ 3 ടീസ്പൂണോളം ഉപയോഗിക്കുന്നത്. വലിയ സർവിങ് ബൗളൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒട്ടും തന്നെ ഷുഗറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അതിന് പകരമായിട്ട് മാംഗോയുടെ സ്വീറ്റ്നെസ്സും ഉണ്ടാവും, പിന്നെ നമ്മൾ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് 1/2 ടീസ്പൂണോളം മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാല് ഓരോ ടേബിൾ സ്പൂണോളമാണ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഓരോ ടേബിൾ സ്പൂണോളം ഐസ്ക്രീമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, വനില ഫ്ലേവർ. അപ്പോൾ നമ്മുടെ അടുത്ത് ഏത് ഐസ്ക്രീമാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് വനില ഫ്ലേവർ ഐസ്ക്രീമാണ് കേട്ടോ. നിങ്ങളുടെ അടുത്ത് എന്ത് ഫ്ലേവർ ഐസ്ക്രീമാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ അടുത്ത് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മാംഗോ, അത് ഇതുപോലെ ഓരോ ടേബിൾ സ്പൂണോളം കൂടെ നമ്മൾ അതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നട്ട്സ് ആണ് കേട്ടോ. അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള നട്ട്സ് അതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് റൈസൻസ്, അതുപോലെ തന്നെ ഓർഡിനറി റൈസൻസ്, ക്യാഷ്യൂ, ഇത് ഞാനിതിൻ്റെ മുകളിലേക്കായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബദാമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നട്ട്സും നമ്മുടെ ഡെസേർട്ടിൻ്റെ കൂടെ ഇങ്ങനെ നട്ട്സൊക്കെ കടിക്കുമ്പോൾ അത്ര നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് നമുക്ക് മാംഗോ കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിഡിലൻ ഡെസേർട്ടാണ് കേട്ടോ. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അത്ര നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് നിങ്ങൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.